എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഓപ്ഷൻ എഡിറ്റിങ്ങും ന്യൂ ആപ്ലിക്കേഷനും ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വന്നിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ UG ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതാ ഒരു സുവർണ അവസരം കൂടി. നിങ്ങൾക്ക് ഓപ്ഷൻ എഡിറ്റിങ്ങിനും ന്യൂ ആപ്ലിക്കേഷനുമുള്ള അപേക്ഷ കണ്ണൂർ സർവകലാശാല വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ്. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇത് പുതിയ അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കണ്ണൂർ യൂണിവേഴ്സിറ്റി വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിനായി സാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അതായത് ജൂലൈ 1 മുതൽ ജൂലൈ 5 വരെയാണ് പുതിയ അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ്. അപ്പോൾ തംബ്നെയിലിൽ ജൂൺ എന്നാണ് വന്നതല്ലേ, ഞാനത് മാറ്റാം. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് ഞാൻ മാറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഓപ്ഷൻ എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. ശേഷം അഡ്മിഷൻസിൻ്റെ ഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് UG അഫിലിയേറ്റഡ് പ്രോഗ്രാംസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ID യും പാസ്വേഡും ഒരു വെരിഫിക്കേഷൻ കോഡുണ്ട്, ഒരു ബ്ലാക്ക് കോളത്തിൽ കാണും, അതും കൂടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ശേഷം അതിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രൊഫൈലിൽ പുതിയ 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ടാകും. ഒന്ന് കറക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ 200 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഓപ്ഷൻ എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി 200 രൂപ പേ ചെയ്താൽ സാധിക്കും. ഇനി നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതെ പോയൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായി ജൂലൈ 1 മുതൽ 5 വരെയാണ് അവസരമുള്ളത്, ഇപ്പോൾ ഇല്ല. അപ്പോൾ ജൂലൈ 1 മുതൽ 5 വരെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, കണ്ണൂർ സർവകലാശാലയുടെ വെബ്സൈറ്റിൽ കയറി പുതിയ അപേക്ഷ സമർപ്പിക്കാം. ജൂലൈ 1 മുതൽ 5 വരെയാണ് പുതിയ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമായിട്ട് കണ്ണൂർ സർവകലാശാല നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടൈമിനുള്ളിൽ വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാമെന്ന് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു, പക്ഷേ മാൻഡറ്ററി ഫീ അടയ്ക്കാത്തത് മൂലം നിങ്ങളുടെ സീറ്റ് റദ്ദായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ വീണ്ടും എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും അപേക്ഷ നൽകാൻ സാധിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, 200 രൂപ പേ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്ഷൻസ് എല്ലാം ക്ലിയർ ചെയ്താൽ മതിയാകും. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് 3rd അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നത്, അതായത് അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് വന്നത് മൂലം സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കപ്പെടാതെ പോയിട്ടുണ്ടാകാം. നിങ്ങൾ എന്ത് ചെയ്യണം, 200 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ നൽകിയ അപേക്ഷയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നീക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്ത് നീക്കുന്ന അപേക്ഷകൾ എന്ത് ചെയ്യും, 3rd അലോട്ട്മെൻറ്റിനായി പരിഗണിക്കും. അന്നേരം നിങ്ങൾക്കും 3rd അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കാണും. അപ്പോൾ 3rd അലോട്ട്മെൻറ്റ് ജൂലൈ 8 പ്രസിദ്ധീകരിക്കും എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കും. അപ്പോൾ ഓപ്ഷൻ എഡിറ്റിങ്ങിനും ന്യൂ ആപ്ലിക്കേഷനും ഉള്ള സുവർണ അവസരമാണിത്. അത് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും ഈ അവസരം പാഴാക്കാതെ തന്നെ കൃത്യമായ രീതിയിൽ ചെയ്യുക. ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസൊക്കെ കൂട്ടിച്ചേർക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ സർക്കുലർ വന്നപ്പോൾ ഇനിയിപ്പോൾ പുതിയ അപേക്ഷ, അതായത് നിങ്ങൾ അപേക്ഷ നൽകിയിട്ടും നിങ്ങളുടെ അപേക്ഷ നൽകി, പക്ഷേ നിങ്ങളുടെ അപേക്ഷയിൽ യാതൊരു തെറ്റുകുറ്റങ്ങളുമില്ല, നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണ്, അതായത് ഒരു സ്ഥലത്തും നിങ്ങൾ അലോട്ട്മെൻറ്റ് ഇതുവരെ ലഭിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കും. പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്.
ഇനി ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും അത് നിങ്ങൾ അപേക്ഷ നൽകി നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് ലഭിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻ കൂട്ടിച്ചേർക്കാനാവില്ല. പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കും, സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ ഓപ്ഷനുകൾ സമർപ്പിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് എന്ത് ചെയ്യാം, പുതിയ ഓപ്ഷൻസ് നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാനുള്ള അവസരം കിട്ടും. പക്ഷേ എവിടെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തൊരു വിദ്യാർത്ഥിക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥിക്ക് പുതിയ ഓപ്ഷൻസ് സമർപ്പിക്കാം. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് മാത്രമേ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാനുള്ള സമയം കിട്ടുകയുള്ളൂ. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, റീവാല്യൂഷൻ റിസൾട്ട് വന്നപ്പോൾ മാർക്ക് കൂടിയിട്ടുണ്ട്, അത് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. തീർച്ചയായും നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇപ്പോൾ നിങ്ങൾക്ക് UG പ്രവേശനത്തിന് നിങ്ങൾ ചിലപ്പോൾ പബ്ലിക് എക്സാമിൻ്റെ മാർക്ക് വെച്ചിട്ടായിരിക്കും നിങ്ങൾ തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് റീവാല്യൂഷന് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ മാർക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ആ കൂടിയ മാർക്ക് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരില്ല, പ്രത്യേക പൈസ അടയ്ക്കേണ്ടി വരില്ലെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. അത് കൂടിയ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ആഡ് ചെയ്ത് ചേർക്കാൻ പ്രത്യേക പൈസ അടയ്ക്കേണ്ട. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഡേറ്റ് എന്താണ്, ന്യൂ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 1 മുതൽ 5 വരെയാണ്. ജൂലൈ 5 ലാസ്റ്റ് ഡേറ്റ്. ജൂലൈ 8 സെക്കൻഡ് അലോട്ട്മെൻറ്റും ജൂലൈ 1 മുതൽ 5 വരെ ന്യൂ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ അവസരം കിട്ടും. ജൂലൈ 8 തേർഡ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.